സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക വരനെ രക്ഷിക്കണമെന്ന് ക്ഷമയോട് കരഞ്ഞു പറയുവാണ്. അന്നേരം ക്ഷമ പറയണേ അതിനെന്താ നമുക്ക് നോക്കാം മോളെ. പിന്നീട് കാണിക്കുന്നത് ക്ഷമ ഒരു വക്കീലിനെ വിളിച്ച് വരനെ ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ക്ഷമ ഏർപ്പാടാക്കിയ ഒരു വക്കീൽ സ്റ്റേഷനിലെത്തുവാണ്. അവിടുത്തെ DYSP സൂരജുമായിട്ട് വക്കീൽ സംസാരിക്കുവാണ്. എന്താണ് വരനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ്? അന്നേരം സൂരജ് പറയണേ അയാളുടെ സ്വന്തം അച്ഛനെ കൊല്ലാൻ നോക്കി. അത് കേൾക്കുമ്പോൾ വക്കീൽ ചോദിക്കണേ അതിനുള്ള തെളിവുകൾ എന്താണ്? ആ സമയം സൂരജ് നിന്ന് വിയർക്കുവാണ് കേട്ടോ. ഈ സമയം കോൺസ്റ്റബിൾ വരുണുമായിട്ട് അവിടെ എത്തുവാണ്. അങ്ങനെ വക്കീൽ വളരെ നിഷ്പ്രയാസം തന്നെ വരുണ് ജാമ്യം വാങ്ങിക്കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ വക്കീൽ പറയുന്നതൊക്കെ കേട്ട് വരുണ് നോക്കിക്കൊണ്ട് സൂരജ് പറയണേന് കാര്യങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഇതും കൂടി മുന്നേ പ്ലാൻ ചെയ്തു അല്ലേ? എന്താണെങ്കിലും ഇപ്പം നീ പൊക്കോ. നിന്നെ പൂട്ടാനായിട്ടുള്ള കൂടുതൽ തെളിവ് വൈകാതെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും. അന്നേരം വരുൺ ഒപ്പിടാനുള്ളതിലൊക്കെ ഒപ്പിട്ട് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം സൂരജിൻ്റെ അരികിലേക്ക് വരുൺ വീണ്ടും തിരികെ വരിക. എന്നിട്ട് പറയുന്നത് ആരോ നല്ല വ്യക്തമായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇതിൽ കുരുക്കുക അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. എന്താണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ കണ്ടുപിടിക്കും സാറേ. എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോട് കൂടി ഇരിക്കുന്ന രാധികയുടെ അരികിലേക്ക് എത്തുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം ശ്യാമ രാധികയോട് പറയണേ മോളിനെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, വരുണിനെ ജാമ്യത്തിലിറക്കി. അത് കേൾക്കുന്നതും രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. സന്തോഷം കൊണ്ട് ശ്യാമയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് രാധിക ഒത്തിരി സന്തോഷത്തോടെ വരുണിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വരുൺ പാവമാണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാ എനിക്ക് എന്ന് പറഞ്ഞ് എന്തോ പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രാധിക നിർത്തിക്കളയുക. ഈ സമയം രാധികയുടെ വരുണിനെക്കുറിച്ച് പറയാനുള്ള ഉത്സാഹവും മുഖത്തെ പ്രസരിപ്പുമൊക്കെ കാണുമ്പോൾ ശ്യാമയ്ക്ക് എന്തോ സംശയം തോന്നുവാണ്. ശ്യാമയും അശ്വതിയും സംശയത്തോടെ പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന രാധികേനെയാണ് കേട്ടോ. അങ്ങനെ യശോദയും ദേവനുമൊക്കെ ഫിദ മാഡം കാരണമാണ് വരുൺ പുറത്തിറങ്ങിയെന്ന് അറിയുവാണ്. അങ്ങനെ യശോദ രാധികയോട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക യശോദയോട് പറയുക, വേറൊന്നും പ്രതീക്ഷിച്ചല്ലേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. വരുൺ പുറത്തിറങ്ങിയെന്നറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയുടെ മനസ്സിൽ ഇപ്പോഴും വരുൺ മാത്രമേ ഉള്ളെന്നും രാധിക വരുണിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും യശോദൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് 2-3 ഗുണ്ടകൾ ചേർന്ന് വരുണിൻ്റെ കഴുത്തിൽ കയർ മുറുക്കി വരുണിനെ കൊല്ലാൻ നോക്കുന്നതും മറ്റൊരാൾ ആ സമയം വന്ന് വരുണിനെ കത്തിക്കൊണ്ട് കുത്താൻ നോക്കുന്നതും ഒക്കെയാണ്. മിക്കവാറും ഇതാരെങ്കിലും കാണുന്നൊരു സ്വപ്നമാകാനാണ് കേട്ടോ സാധ്യത. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്